ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ മാറാലയൊക്കെ ഒന്ന് അടിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ തലവേദനയല്ലേ ഗൈസ് ഈ മാറാല. എന്തൊരു പെട്ടെന്നാണോ മാറാല പിടിക്കുന്നതെന്ന് ചോദിച്ചൊന്നും പറയണ്ട. അടിച്ച് ഒരാഴ്ച പോലും ആവുന്നതിന് മുന്നേ വീണ്ടും ചുക്കിലി പിടിക്കും. മാറാല എന്ന് പറഞ്ഞാൽ ചുക്കിലിയാണ് കേട്ടോ. ഞാൻ ചുക്കിലിയില്ലേ, ഈ ചിലന്തി വല, അതാണ് നമ്മളിവിടെയൊക്കെ ചുക്കിലി എന്നാണ് പറയുന്നത്. പക്ഷേ അതാർക്കും മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മാറാല എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ചിലന്തി വല, ഞാൻ എപ്പോഴും എന്താ പറയണ്ടേ ആലോചിക്കുന്നൊരു കാര്യമാണ്, ചിലന്തികൾ എന്ത് പെട്ടെന്നാണ് കൂട് കൂട്ടുന്നത്. നമ്മളത് കളഞ്ഞ് ഒരാഴ്ച ആവുന്നതിന് മുന്നേ അവർ അടുത്ത് കൂട് കൂട്ടും അല്ലേ. ഒരു പ്രത്യേക കഴിവാണ് ഗൈസ്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അനുവാദമില്ലാതെ കയറി വന്ന നമ്മുടെ ചിലന്തികളെ നമുക്കൊന്ന് ഒഴിപ്പിക്കണ്ടേ. ആ വീഡിയോ ആണ് ഗൈസ് ഇന്ന്. അവന്മാർ എനിക്ക് വാടക പോലും തരാതെ എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പം നമുക്കിന്ന് അവരെ ഒഴിപ്പിക്കണം അല്ലേ. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നിരുന്ന് ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു. എന്താണെങ്കിലും ഇന്ന് ഞാൻ ഇതടിച്ച് കളഞ്ഞിട്ടേ ഉള്ളെന്ന്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട് വൃത്തിയായി കിടക്കണ്ടേ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, അപ്പം നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഇടയ്ക്കിടയ്ക്കേ ഒരു മഴ കണ്ടോ, മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചൊരു സംഭവമാണ്. ഒത്തിരി റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് അത്ര ഒരു ഇഷ്ടമായില്ല. എന്താണെന്ന് വെച്ചാൽ ഉണ്ടോ, വളഞ്ഞു പോകുന്നുണ്ടോ, അതിൻ്റെ ആ കമ്പിക്ക് ഒരു ബലവേ ഇല്ല, അത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ വളഞ്ഞു പോകുന്നു. ഈ കുടയുടെയൊക്കെ എനിക്കൊന്ന് കുടയുടെയൊക്കെ കമ്പിക്ക് ഇതിലും നല്ല ബലമുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. എത്ര വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഹൈറ്റ് കൂട്ടാനുള്ള. പിന്നെ ഫാന് കണ്ട ഊരിപ്പോയി. അത്രയേ ഉള്ളൂ അതിൻ്റെ ക്വാളിറ്റി കേട്ടോ. ഞാൻ ഒത്തിരി റിവ്യൂ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതാണെന്നൊക്കെ റിവ്യൂ കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഇതിലും നല്ലതാണ്, അത് നല്ല ബലമുള്ളതാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചപ്പം അതിൻ്റെ ആ തലയുണ്ടല്ലോ, ഈ തുടയ്ക്കുന്ന ഒരു ചൂല് പോലത്തെ സംഭവം, അത് പൊട്ടിപ്പോയി. എന്നിട്ട് അപ്പം ഞാനിങ്ങനെ മീഷോയിൽ സ്ക്രോൾ ചെയ്യുമ്പം ഇങ്ങനെ ഒത്തിരി റിവ്യൂ കണ്ടു, ഇത് നല്ലതാണ്, ഫാൻ തുടയ്ക്കാനും ഒക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ആവുന്നേ ഇല്ല. ഫാനൊന്നും തുടച്ചിട്ട് ഒരു നീറ്റ് ആവുന്നില്ല. കാരണം ഇതിന് ആ കമ്പിക്ക് നമ്മളെ പിടിക്കുന്ന സ്റ്റിക്കുണ്ടല്ലോ അതിനൊട്ടും ബലമില്ല. അതിങ്ങനെ വളഞ്ഞു പോവുക. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ആണോ, ചിലത് അങ്ങനെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കിട്ടിയത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയത് എന്താണെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, വളഞ്ഞു പോകും. ഞാൻ പിന്നെ അന്നേരം വാങ്ങിച്ചപ്പോൾ ഞാനങ്ങനെ അടിച്ചൊന്നും നോക്കിയില്ല, ഇല്ലെങ്കിൽ ഞാൻ അപ്പം റിട്ടേൺ ചെയ്യാമായിരുന്നു. ഇന്നാണ് ഞാനത് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, അയ്യോ ഇതന്ന് നോക്കുമായിരുന്നെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചു. പോട്ടെ, സാരമില്ല. പിന്നെ ചെറിയ റേറ്റല്ലേ ഉള്ളൂ എന്നോർത്ത് സമാധാനിക്കാം. എന്നാലൊരു വിഷമം, ചെറിയ റേറ്റ് ആണെങ്കിലും കാശല്ലേ പോകുന്നത്. എന്നാലും സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ലിവിങ്ങിൽ എത്തിയിട്ടുണ്ട്. അടിച്ചടിച്ച് പറഞ്ഞ് നമ്മുടെ ലിവിങ്ങിലെത്തി. അതൊരു ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റാണ് കേട്ടോ, കോമൺ ബാത്റൂമാണ്. പിന്നെ ഈ ജനൽ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ പൊക്കം ഉണ്ടല്ലോ, ഈ ഹൈറ്റ് ഇങ്ങനെ കുറച്ചിട്ട് ഈ ജനലിൻ്റെ അകമൊക്കെ തുടയ്ക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ ഹൈറ്റ് കുറച്ച് വരുമ്പോൾ കുറച്ച് നല്ല കട്ടിയാവുന്നുണ്ട്. അപ്പോൾ ഈ ജനലിൻ്റെ അവിടത്തേക്ക് തുടയ്ക്കാൻ നല്ല എളുപ്പം. പക്ഷേ ഈ ഹൈറ്റ് ആക്കുമ്പോഴത്തേനും ഇത് ഒരു രക്ഷയില്ല, ഒട്ടും കൊള്ളുന്നില്ല. ഇങ്ങനെ വളഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ, നമുക്ക് നല്ല കട്ടിയുണ്ടെങ്കിലല്ലേ തുടച്ചാൽ പോവുള്ളൂ. പിന്നെ ഞാൻ ഏതോ വീഡിയോയിൽ കണ്ടു കേട്ടോ, എന്താണ് ഈ മാറാല പിടിക്കാതിരിക്കാൻ ഈ വിനാഗിരിയും പെപ്പർമിൻറ്റില്ലേ അതും കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ചിലന്തി വല പിടിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ കണ്ടു, അങ്ങനെ ഒരു വീഡിയോയിൽ കേട്ടു. പിന്നെ അങ്ങനെ ചിലന്തി പിടിക്കില്ല, അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ. ഇനി എനിക്കൊന്ന് നോക്കണം. വേറെ എന്തെങ്കിലും ടിപ്സ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ പല്ലിയുടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ പല്ലിയുടെ പോകാൻ വേണ്ടി ഈ കുന്തിരിക്കം ഇതുപോലെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ ഏതോ വീഡിയോയിൽ കണ്ടേ. പക്ഷേ എനിക്കത് അത്ര ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. ഞാനത് ചെയ്ത് നോക്കി,
പക്ഷേ എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. എനിക്കങ്ങനെ പല്ലി ഓടുന്നതായിട്ട് അല്ല പല്ലി പോകുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. ഇനിയിപ്പോൾ ഇതറിയില്ല. വിനാഗിരി പെപ്പർമിൻറ്റ് ഒന്ന് ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടതാണേ, എനിക്കറിയുന്ന ടിപ്സല്ല, ഞാൻ വീഡിയോയിൽ കണ്ട കാര്യമാണേ. അങ്ങനെ നമ്മുടെ കിച്ചണിലെത്തി. രണ്ടാമത്തെ കിച്ചണാണ്. ഇതിൻ്റെ ഈ കബോർഡിലൊന്നും എന്താ ഡോറ് പിടിപ്പിക്കാൻ ഞാനുണ്ടല്ലോ, ഡോറ് വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഈ കിച്ചണല്ലേ, പിന്നെ എല്ലാം ഡോറ് നമുക്ക് തുറക്കാനും പെറുക്കാനും നിൽക്കേണ്ട, ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ടാണ് അതിന് ഡോറ് പിടിപ്പിക്കാഞ്ഞത്. അത് വല്ലാത്ത ചതിയാന്ന് ഇപ്പോൾ തോന്നുന്നു ഗൈസ്. ഡോറ് പിടിപ്പിച്ചാൽ മതിയായിരുന്നു. എല്ലാത്തിനകത്ത് പെട്ടെന്ന് ചുക്കിലി പിടിക്കും. പിന്നെ ചുക്കിലി എല്ലാം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ പണിയാണ് ഇതെല്ലാം ഒന്ന് അടിച്ചു വരണ്ടേ. അയ്യോ എന്തൊരു പൊടിയാ. പിന്നെ മാസ്ക് അങ്ങനത്തെ ഒന്നും വെച്ച് ഞാൻ അടിക്കാറില്ല. എനിക്ക് മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര നമ്മൾ പണി ചെയ്യുമല്ലേ പെട്ടെന്ന് സ്പീഡിലും, അല്ലാതെ ഇങ്ങനെ ഭയങ്കര കട്ടി പണി ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ബ്രീത്തിങ് എന്തോ പ്രശ്നം പോലെ തോന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ മാസ്ക് ഒന്നും വെക്കലില്ല. പിന്നെ എനിക്കങ്ങനെ അലർജിയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരൊക്കെയോ ഇങ്ങനെ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ ക്ലീനിങ് വീഡിയോസ് ഇടുമ്പം ഇങ്ങനെ കമൻറ്റ് ചെയ്യുവേ, ചേച്ചി മാസ്ക് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യണേ, പൊടിയെല്ലാം ഡസ്റ്റ് ഇതെല്ലാം അലർജി വരും, അതുകൊണ്ട് മാസ്ക് വെച്ചിട്ട് ചെയ്യണേന്നൊക്കെ പറയും. പക്ഷേ എനിക്കങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ അത് തന്നെയല്ല, എനിക്കത് ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ബ്രീത്തിങ്ങിന് എന്തോ പ്രശ്നം പോലെയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്നത്. അവനാണ് ഈ അലർജിയുടെ ആൾ. അതുകൊണ്ട് ഞാൻ അവൻ പോകുമ്പോഴാണ് ചെയ്യുന്നത്. അവൻ പോകുമ്പോൾ ചെയ്യുമ്പോൾ പിന്നെ അവൻ പിന്നെ ക്ലീനായിട്ട് കിടന്നോളൂല്ലോ. അവനുള്ളപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യവും ചെയ്യാൻ നിൽക്കാറില്ല. പൊടിയുടെ ഭയങ്കര പ്രശ്നം അവനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും തന്നെ ഇത് വൃത്തിയാക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം സൂപ്പറാണ് കേട്ടോ, ഈ മോപ്പ്, സ്പ്രേ മോപ്പ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഉള്ള കാര്യമാണ്. എനിക്ക് എത്ര ടൈമാണ് ലാഭം എന്ന് ഇത് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് എത്ര ടൈം ലാഭമായി എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അല്ലെങ്കിൽ എനിക്ക് സാധാരണ മോപ്പായിരുന്നു, അതിങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ച് ഇവിടെ ഒരു റൂം തുടച്ച് കഴിഞ്ഞിട്ട് പോയി മുക്കിയിട്ട് വന്നിട്ട് ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും തുടയ്ക്കും. വെള്ളം മുക്കി തുടയ്ക്കും. അപ്പോൾ ഞാൻ അത് പോയിട്ട് വരണം, വീണ്ടും മുക്കിയിട്ട് വന്ന് പിഴിയണം. അയ്യോ എത്ര സമയമായിരുന്നറിയോ. എനിക്ക് വേണ്ടത് തിണ്ണേ വരെ തുടക്കൽ തന്നെ എനിക്ക് ഒരു പണിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഭയങ്കര പണി ലാഭമായി. ഭയങ്കരമായ ക്വാളിറ്റിയൊന്നും ആരും പ്രതീക്ഷിച്ച് വാങ്ങിക്കണ്ട. പക്ഷേ കൊള്ളാം, നമുക്ക് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ വലിയ നാശമാവുന്നില്ല. പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നതാണ് ആ ക്ലോത്ത്. നമുക്കതും വാങ്ങിക്കാൻ കിട്ടും, സെപ്പറേറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ കമ്പിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ആ ലിക്വിഡ് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുന്ന സംഭവത്തിനാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വേഗം നാശമാവുമൊന്നുമില്ല തോന്നുന്നു കണ്ടിട്ട്. എനിക്കതെല്ലാം ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഈ മാറാല അടിക്കുന്ന സംഭവത്തെക്കാട്ടിലും എനിക്കിത് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ തുടച്ച് പെട്ടെന്ന് കഴിയും കേട്ടോ. പെട്ടെന്ന് ഇത് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, അതാണ് മെയിൻ പാർട്ട്. പെട്ടെന്ന് ഉണങ്ങി കിട്ടും. സ്പ്രേ ചെയ്യുമ്പോൾ അധികം വെള്ളം ചെല്ലുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ തുടച്ചും കഴിഞ്ഞു. അയ്യോ മടുത്ത് ഗൈസ്, അതാ നടുവിന് കൈയെല്ലാം കൊടുത്തത്. അങ്ങനെ എല്ലാം നല്ല നീറ്റാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.